വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA ഒന്നാം പ്രതി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു പോലീസ്. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രണ്ടാം പ്രതി. വിജയന്റെ കത്തിൽ പേരുള്ള KK ഗോപിനാഥനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. 3 മുൻ DCC അധ്യക്ഷന്മാർക്കെതിരെ കേസെടുത്തെന്നാണ് FIR. MLA രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. സാനിയ മനോമിയും ദീപക് മോഹനും V.S. രഞ്ജിത്തും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സാനിയ മനോമിയിലേക്ക്. സാനിയ മനോമി, FIR-ൽ പരാമർശിക്കുന്നത് പോലെ 3 DCC പ്രസിഡന്റുമാരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. IC ബാലകൃഷ്ണൻ MLA-യും പ്രതി ചേർത്തിട്ടുണ്ട്. ഒന്നാം പ്രതി IC ബാലകൃഷ്ണനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CPM ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പോലെ രാജിയിലേക്ക് കടക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? അറസ്റ്റ് നടപടികളിലേക്കടക്കം കടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ആ അർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാഷിന്റെ പ്രതികരണം കൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു കൊലപാതകമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ IC ബാലകൃഷ്ണനും കൂട്ടരും പ്രതിരോധത്തിലാവുകയാണ്. അതായത് അരുൺ, വലിയ പ്രതിരോധം തന്നെയാണ് ഈ കേസ് ഇപ്പോൾ കോൺഗ്രസിന് തീർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. IC ബാലകൃഷ്ണൻ ഒന്നാം പ്രതിയായിട്ടാണ് പുതിയ FIR ഇട്ടിരിക്കുന്നത്. നേരത്തെ ഈ മരണത്തിലിട്ടിരുന്ന FIR പുതുക്കുകയാണ് ഇന്നിപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. ആ FIR-ലാണ് ഒന്നാം പ്രതി IC ബാലകൃഷ്ണൻ. ബാക്കി പ്രതികൾ മുൻ DCC പ്രസിഡന്റുമാരായിട്ടുള്ള 3 പേർ, അതായത് ND അപ്പച്ചൻ, KL പൗലോസ്, ഒരാൾ കൂടി, ഇങ്ങനെ 3 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കേസിലൂടെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടനെ കടക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതുവരെ പോലീസ് IC ബാലകൃഷ്ണനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെയോ മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല. മൊഴിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ മൊഴിയെടുക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളതുകൊണ്ടാണ് ഈ FIR അപ്ഡേറ്റ് ചെയ്ത് ഇവരെ കൂടി പ്രതികളാക്കി ഒന്നാം പ്രതിയായി IC ബാലകൃഷ്ണനെ അടക്കം ഉൾപ്പെടുത്തി FIR അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ മൊഴിയെടുക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. അതേസമയം മുൻകൂർ ജാമ്യത്തിനടക്കം IC ബാലകൃഷ്ണൻ ശ്രമിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. IC ബാലകൃഷ്ണനും ND അപ്പച്ചൻ അടക്കമുള്ള ആളുകളെല്ലാം ഇന്നിപ്പോൾ തിരുവനന്തപുരത്താണ്. അതിൽ ND അപ്പച്ചൻ പ്രതികരിച്ചത് ഈ കത്തിന്റെ പേരിൽ തന്നെ ബലിയാടാക്കുകയാണ്, താൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇന്നലെ KPCC സമിതി വന്നപ്പോൾ തന്നെ അക്കാര്യമെല്ലാം പറഞ്ഞതാണ് എന്നും ND അപ്പച്ചൻ പറയുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിരോധത്തിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ IC ബാലകൃഷ്ണൻ MLA-യുടെ രാജിയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് CPM-ന്റെ നിലപാട്. CPM ജില്ലാ സെക്രട്ടറി തന്നെ നിലപാട് പരസ്യമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. PPDVയുടെ കേസുമായി അടക്കം ഇതിനെ ഒരു തരത്തിലും സാദൃശ്യപ്പെടുത്താൻ കഴിയില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറിയും അതുപോലെ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യം പ്രതികരിച്ചു കഴിഞ്ഞു. അതായത് ഇത് കൊലപാതകമാണ്, IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM-ന്റെ ഒരു തീരുമാനം. അതേസമയം IC ബാലകൃഷ്ണൻ MLA-യുടെ പ്രതികരണം നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. അദ്ദേഹം ഉടൻ തന്നെ പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്.